+2 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് എന്തെല്ലാം ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻസ് വരും ലിബാൻ സാറിന്റെ മക്കളെ കൂടെ. സോ നമുക്ക് ജേണൽ എൻട്രി എന്തെല്ലാം തരത്തിലുള്ള ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻസ് ഈ വരുന്ന ഫൈനൽ എക്സാമിന് ചോദിക്കും എന്നുള്ളത് നോക്കാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി. എന്താ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഗുഡ്വിൽ കൊണ്ടുവരും അല്ലെ, പുള്ളിക്കാരൻ ഗുഡ്വിൽ കൊണ്ടുവരും. ആ ഗുഡ്വിൽ എന്ത് ചെയ്യണം, ബാക്കി പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം. സോ അതിന്റെ എൻട്രി എന്താ, വളരെ സിമ്പിൾ ആണ്. ഗുഡ്വിൽ എന്താണ്, ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരിക. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്വിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ടു പ്രീമിയം അക്കൗണ്ട്. ഇനി എന്താ ചെയ്യുക, ഈ കൊണ്ടുവന്ന ഗുഡ്വിൽ ബാക്കി പാർട്ട്നേഴ്സ്, ഏതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കി പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവർക്ക് കൊടുക്കും. പുതുതായിട്ട് കൊണ്ടുവന്ന ഗുഡ്വിൽ അല്ലേ, ഒരു പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നു, അയാൾക്ക് ആ ഗുഡ്വിൽ ഒരു അവകാശമില്ല. അവിടെ നിലനിൽക്കുന്ന ബാക്കി പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവർക്കാണ് ഗുഡ്വിൽ അവകാശം ഉണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, സാക്രിഫൈസിങ് റേഷ്യോയിൽ എന്ത് ചെയ്യും, സാക്രിഫൈസിങ് റേഷ്യോയിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു ഗുഡ്വിൽ ഷെയർ ചെയ്യും. അപ്പോൾ എങ്ങനെ വരിക, ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ രണ്ട് പാർട്ണർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ആ രണ്ട് പാർട്ണർക്കും ഇൻഡിവിജ്വലി എന്താണ് കൊടുക്കണം, ഏത് സാക്രിഫൈസിങ് റേഷ്യോയിൽ കൊടുക്കണം. അപ്പം 10,000 ആണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ഗുഡ്വിൽ അക്കൗണ്ട് 10,000. ഇനി ഈ രണ്ട് പാർട്ട്നേഴ്സ് ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം സാക്രിഫൈസിങ് ഈക്വൽ അല്ലേ. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു എസ് ക്യാപിറ്റൽ 5,000 ടു ബീസ് ക്യാപിറ്റൽ 5,000. ഇതാണ് സംവിധാനം. ഓക്കെ അല്ലേ. ഇനിയാണ് അടുത്ത കേസ്. അഥവാ ഇവിടെ വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം പറയുന്നില്ല. അവരെന്ത് ചെയ്തു, ആ ഒരു ബിസിനസ്സിൽ ആ ഒരു എമൗണ്ട് അവിടെ അതേപോലെ വെക്കുകയാണെങ്കിൽ വേറെ എൻട്രി ഒന്നും ചെയ്യേണ്ട, വേറെ ഒരു എൻട്രി ചെയ്യേണ്ട. ഇനി അഥവാ ഈ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഗുഡ്വിൽ ഈസ് വിഡ്രോൺ, ഈ ഗുഡ്വിൽ എന്ത് ചെയ്തു, ഈ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വളരെ സിമ്പിളാണ്. ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ, ആ ഗുഡ്വിൽ എന്ത് ചെയ്യണം, അവർ ക്യാഷ് ആയിട്ട് പിൻവലിക്കും. എങ്ങനെയാണ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത് ഷെയർ ചെയ്ത ഗുഡ്വിൽ എന്ത് ചെയ്തു, ഇവർ ക്യാഷ് വീട്ടിലേക്ക് കൊണ്ടുപോയി. സോ ഓരോ പാർട്ട്ണറെ ഇൻഡിവിജ്വലി എന്ത് ചെയ്യണം, ഇവർ ഈ ഒരു ഗുഡ്വിൽ എന്ത് ചെയ്യും, കൊണ്ടുപോകും. അപ്പം എയും ബി അല്ലേ ഉള്ളത്. സോ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000 ടു ക്യാഷ് അക്കൗണ്ട് 10,000. ആ 5,000 എന്ത് ചെയ്തു, മുഴുവൻ അവർ വിഡ്രോ ചെയ്തു. ഇനി ഇവർ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നില്ല, കുറച്ച് എമൗണ്ട് മാത്രമാണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ ആ വിഡ്രോ ചെയ്ത എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ 5,000 കൊണ്ടുവന്നില്ല, ഗുഡ്വിൽ ഇവർക്ക് ഷെയർ ചെയ്തില്ല, 10,000 കൊണ്ടുവന്ന ഗുഡ്വിൽ രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തില്ലേ, അതിൻ്റെ പകുതിയാണ് ഇവർ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,500, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,500 ടു ക്യാഷ് 5,000. അപ്പം ആ 5,000ത്തിലെ പകുതി 2,500 മാത്രമേ രണ്ടുപേരും വിഡ്രോ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്ന കേസ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റല്ലേ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്, ചില ക്വസ്റ്റ്യനിൽ പറയും ഇഫ് ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ബുക്സ്. അഥവാ ഒരു പുതിയൊരു പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി കുറച്ച് ഗുഡ്വിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കേസ്, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബുക്സിലുള്ള ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ്വിൽ ബുക്സിലുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പം പാർട്ട്ണർ ക്യാപിറ്റൽ കൂടുതലല്ല, പാർട്ട്ണർ ക്യാപിറ്റൽ കുറയാ ചെയ്യുക. അഥവാ ബുക്സിൽ ഓൾറെഡി ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നഷ്ടക്കാരം. അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടക്കച്ചവടമാണ് വരുന്നത്. സോ അതിലെന്താ എൻട്രി വരിക, ഓൾഡ് പാർട്ട്നേഴ്സ്, പുതിയ പാർട്ട്ണർക്ക് ഈ ഗുഡ്വിൽ അവകാശം ഉണ്ടാവില്ല. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ഗുഡ്വിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുക്സിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു 10,000 രൂപ ഗുഡ്വിൽ ഉണ്ട്, ഈക്വൽ ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ എന്താ എൻട്രി വരിക, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5,000, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5,000 ടു ഗുഡ്വിൽ അക്കൗണ്ട് 10,000. അപ്പോൾ എന്ത് ചെയ്തു, ആ ഗുഡ്വില്ലെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. സെറ്റല്ലേ. ഇനി മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ അഡ്മിഷൻ്റെ കേസാണ് കേട്ടോ. റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ എന്തുണ്ടാകും, പുതിയ പാർട്ട്ണർ ഉണ്ടാവോ, ഇല്ല. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുക. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കണ്ടിന്യൂയിങ് പാർട്ട്ണർ. എന്താ കണ്ടിന്യൂയിങ് പാർട്ട്ണർ എന്നാൽ, അവിടെ ബിസിനസ്സിൽ കണ്ടിന്യൂയിങ് പാർട്ട്ണർ, അവിടെ നിൽക്കുന്ന പാർട്ട്ണർ ഉണ്ടല്ലോ, ആ പാർട്ട്ണറുടെ ക്യാപിറ്റലിൽ നിന്ന് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിങ് പാർട്ട്ണർ. എന്താണ്, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പം അയാളെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക, അവിടെ നിൽക്കുന്ന ബാക്കി പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 ആണ് എന്ത് ചെയ്യുന്നത്, ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കിട്ടേണ്ട ഗുഡ്വിൽ നിന്നായിരിക്കാം. അപ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് 5,000 ടു റിട്ടയറിംഗ് പാർട്ട്ണർ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ട് പാർട്ട്ണർ എയും ബി ആണെങ്കിൽ ഈക്വൽ ആയിട്ടാണ് അവർ വീതിക്കുന്നതെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,500, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 2,500 ടു റിട്ടയർ ചെയ്യുന്നത് സി ആണെങ്കിൽ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000. അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യണം, ബാക്കി പാർട്ട്നേഴ്സ് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഗുഡ്വിൽ കുറയുകയും നമ്മുടെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ക്യാപിറ്റലിലേക്ക് ഈ ഗുഡ്വിൽ വരികയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, ഈ ക്യാപിറ്റൽ കൂടുകയും ബാക്കി കണ്ടിന്യൂയിങ് പാർട്ട്ണർ ക്യാപിറ്റൽ കുറയുകയും ചെയ്യും.
കേസ് മനസ്സിലായോ? ഇതാണ് റിട്ടയർമെൻറ്റിൻ്റെ കേസ് കേട്ടോ. ഇനി അതേപോലെ റിട്ടയർമെൻറ്റ് കേസിൽ ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെയിം തന്നെ ഓൾഡിൽ എന്ത് ചെയ്യും? ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണർ അടക്കം പെടും. ആ എല്ലാ പാർട്ണർക്കും എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്യണം. സെറ്റല്ലേ? സിമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പോർഷനിൽ പോകാം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി പ്രോഫിറ്റോ ലോസോ ബാലൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അഡ്മിഷൻ്റെ കേസിൽ ഓൾഡ് പാർട്ട്നേഴ്സാണ്, അഥവാ ന്യൂ പാർട്ട്ണർക്ക് ഈ ഒരു റിസർവോ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസോ ഒന്നും കിട്ടൂല. ഇനി അതേപോലെ എന്ത് ചെയ്യണം? ഇൻ കേസ് ഓഫ് ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചാ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ടു അക്യുമുലേറ്റഡ് ലോസ്. അത് ഓരോ പാർട്ട്ണർക്ക് ഇൻഡിവിജ്വലി കൊടുക്കണം. ഇനി റിട്ടയർമെൻറ്റ് ആണെങ്കിൽ എന്താണ്? ഇതിൻ്റെ നേരെ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവുകയുള്ളൂ. റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്ണർക്ക് പകരം ഓൾ പാർട്ട്ണർ. എന്താണ്? ഓൾ പാർട്ട്ണർ. അഥവാ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അടക്കം എന്ത് ചെയ്യും? കിട്ടും. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അടക്കം കൊടുക്കും. അപ്പോൾ എന്താ? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ടോ? അഡ്മിഷനും റിട്ടയർമെൻറ്റിലും 2 കേസസാണ് വരുന്നത്. സെറ്റല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീവാലുവേഷൻ്റെ ജേണൽ എൻട്രി സാധാരണ ചോദിക്കാറില്ല. ചിലപ്പോൾ 2 or 3 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യും? ഇടയ്ക്ക് ചോദിക്കാറ്. 1 മാർക്കിന്, 2 മാർക്കിന്, 3 മാർക്കിനൊക്കെ റീവാലുവേഷൻ്റെ ജേണൽ എൻട്രി എന്ത് ചെയ്യുന്നത്? ചോദിക്കാറുണ്ട് കേട്ടോ. 5 മാർക്കിന് റീവാലുവേഷൻ സാധാരണ ചോദിക്കാറില്ല. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നും എന്ത് ചെയ്യും? ചിലപ്പോൾ ചോദിക്കും. 1 മാർക്കോ 2 മാർക്കോ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. അഥവാ റീവാലുവേഷനിൽ എന്താ ചെയ്യുക? അസറ്റും ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നോക്കും അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ കുറയുന്നുണ്ടോ നോക്കും അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പം അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. അഥവാ അസറ്റിൻ്റെ വാല്യൂ കൂടുന്ന കേസിൽ എത്രയാണ് കൂടിയത് ആ കൂടിയ എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ 50,000 അസറ്റിൻ്റെ വാല്യൂ, അഥവാ ഫർണിച്ചറിൻ്റെ വാല്യൂ 50,000, അത് 60,000 ആയി. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര റെക്കോർഡ് ചെയ്യേണ്ടത്? ആ വ്യത്യാസം 10,000 അല്ലേ? 60,000 മൈനസ് 50,000, 10,000 കൂടി. അപ്പോൾ കൂടിയ എമൗണ്ട് മാത്രം ആ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു റീവാലുവേഷൻ. അപ്പോൾ കൂടിയ എമൗണ്ട് മാത്രം മതി. ഇനി അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലോ? നേരെ ഓപ്പോസിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. അത് എത്രയാണ് പറഞ്ഞത് ആ എമൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ലയബിലിറ്റിയുടെ വാല്യൂ കൂടിയാൽ നേരെ തിരിച്ച റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി. അതേപോലെ ലയബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞാലോ? ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ ആണ്. ഇനി നമ്മുടെ ബിസിനസ് ഇല്ലാതെ പുതിയൊരു അസറ്റ് നമ്മൾ കണ്ടെത്തി, അൺറെക്കോർഡഡ് അസറ്റ് കണ്ടെത്തിയാൽ എന്താ? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷനാണ്. അതേപോലെ ഇല്ലാത്തൊരു ലയബിലിറ്റി കണ്ടെത്തിയാലോ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റി അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ലയബിലിറ്റിയുടെ ബിസിനസ്സിലേക്ക് വരും. ഇനി അടുത്ത കേസ് എന്താണ്? നമ്മൾ ഈ റീവാലുവേഷൻ മൊത്തം നോക്കിയിട്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതായത് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ ലാഭമാണ്, ലയബിലിറ്റിയുടെ വാല്യൂ കുറയുമ്പോഴും ലാഭമാണ്, അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നഷ്ടമാണ്, ലയബിലിറ്റിയുടെ വാല്യൂ കൂടുമ്പോഴും നഷ്ടമാണ്. അപ്പോൾ ഈ നഷ്ടമാണോ ലാഭമാണോ കൂടുതൽ നോക്കാം. ലാഭമാണ് കൂടുതലെങ്കിൽ എന്താണ് എൻട്രി വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾ പാർട്ട്നേഴ്സ് അല്ല, ഓൾഡ് പാർട്ട്നേഴ്സ്. ഇനി നഷ്ടമാണെങ്കിൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. മനസ്സിലായില്ലേ? ഇനി അഥവാ ഇത് നമ്മുടെ റിട്ടയർമെൻറ്റ് കേസ് ആയിരിക്കാം. ഇത് റിട്ടയർമെൻറ്റ് കേസാണെങ്കിൽ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ല, എന്താണ്? ഓൾ പാർട്ട്നേഴ്സാണ്. എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം. അഥവാ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് അടക്കം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ലയബിലിറ്റി, ഈ ഒരു ലോസോ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. അത് മാത്രമേ അവിടെ വ്യത്യാസം വരികയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസൽ ഓഫ്. ഒരു റിട്ടയർമെൻറ്റ് കേസിൽ ഒരു പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള തുക ഉണ്ടാവുമല്ലോ, അതെങ്ങനെ നമ്മൾ കൊടുത്തു കൂട്ടും? വളരെ സിമ്പിളാണ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് ഒരു തുക ഉണ്ടാകും. ആ തുക അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ആ ബാലൻസ് അയാൾക്ക് എങ്ങനെ നമ്മൾ കൊടുത്തു വിട്ടുക? വളരെ സിമ്പിളാണ്. അയാൾക്ക് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലോണിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ആയിട്ട് കൊടുക്കാം, കുറച്ച് ലോണിലേക്ക് മാറ്റാം. സോ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് ആണ്. ഇനി അഥവാ അയാൾക്ക് ലോൺ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇനി റിട്ടയർ ചെയ്ത പാർട്ട്ണർ അല്ല, മരിച്ചു പോയതാണെന്ന് വിചാരിക്കാം. ഒരു പാർട്ട്ണർ മരിക്കുകയാണെങ്കിൽ പിന്നെ അയാളെ ലോൺ അക്കൗണ്ട് ആവില്ലല്ലോ. അപ്പം ഡെഡ് ആണെങ്കിൽ, റിട്ടയർമെൻ്റ് അല്ല, ഡെഡ് ആണെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടാണ്. ടു എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടാണ്. ലോൺ അക്കൗണ്ടാണ് വരുന്നത് കേട്ടോ. അതായത് മരിച്ചുപോയ ആളുടെ എക്സിക്യൂട്ടർ, അയാൾക്ക് ശേഷം വരുന്ന ആളാരാണോ അയാൾ അക്കൗണ്ടിലേക്കാണ് അത് പോവുക. ഇനി അഥവാ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കുറച്ച് ക്യാഷും കുറച്ച് ലോണായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അപ്പോൾ 50,000 ഉണ്ട്, 50,000-ൽ 30,000 ക്യാഷായി കൊടുത്തു. അപ്പം റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000 ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് 20,000. അപ്പോൾ എത്രയാണ് കൊടുത്തത്? ആ കൊടുത്തത് എന്ത് ചെയ്യുക? അവിടെ റെക്കോർഡ് ചെയ്യാം. സെറ്റല്ലേ? ഇനി ഈ ലോണിൽ ഇൻട്രസ്റ്റ് വരില്ലേ? ലോൺ ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് കൊടുക്കും. മിനിമം 6% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോൺ കൊടുക്കണമെങ്കിൽ, ലോണിൽ ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്താ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി വരാം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഇനി മരിച്ചുപോയ പാർട്ട്ണർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടാണ് വരുന്നത്. ഇനി ഈ ലോൺ തിരിച്ചടക്കുമെന്ന എൻട്രി വരാം?
റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ആ പൈസ തിരിച്ചടക്കുമല്ലോ. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർ ലോൺ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി മരിച്ച പാർട്ണർ ആണെങ്കിലോ എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് ആണ് വരുന്നത്. ആ വ്യത്യാസങ്ങളും കാര്യങ്ങളും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററും കഴിഞ്ഞു. അവസാന ചാപ്റ്റർ എന്താണ്? റിയലൈസേഷൻ എൻട്രി. റിയലൈസേഷൻ എൻട്രി പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെയില്ല, നമ്മൾ ഓൾറെഡി അഡ്മിഷൻ്റെ റിട്ടയർമെൻറ്റും പഠിച്ചിട്ട് പിന്നെ റിയലൈസേഷൻ അതുമായി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ അസറ്റുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, ലയബിലിറ്റീസ് ഒക്കെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യാം. സോ എന്താ ഉണ്ട് വരാം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ്. അതായത് റിയലൈസേഷൻ്റെ ഓരോ അസറ്റിനെയും ക്രെഡിറ്റ് ചെയ്യാം. എന്തൊക്കെ? ബാലൻസ് ഷീറ്റിലെ ക്യാഷോ ബാങ്കോ അല്ലാത്ത എല്ലാ അസറ്റും എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് അസറ്റിൻ്റെ വാല്യൂ ടോട്ടൽ എത്രയാണോ അതിന് ഡെബിറ്റ് ചെയ്യുക. റിയലൈസേഷനിലെ ടോട്ടൽ വാല്യൂ ഇനി ഓരോ അസറ്റിനെ എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ലയബിലിറ്റി ഇതെങ്ങനെ ചെയ്യാം? ഇപ്പം ഒരു നാല് അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഫർണിച്ചർ, ടു ലാൻഡ് ആൻഡ് ബിൽഡിങ്, ടു ഡെപ്റ്റേഴ്സ്, ടു സ്റ്റോക്ക്. ഇതിപ്പോൾ 5000 ഉണ്ട്, 5K. ഇത് 10K ഉണ്ട്, ഇത് 10K ആണ്, ഇത് 20K ആണ്. മൊത്തം 20, 30, 40, 45. സോ 45,000. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 45,000, ടു ഫർണിച്ചർ 20,000, ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000, ടു ഡെപ്റ്റർ 10,000, ടു സ്റ്റോക്ക് 5,000. അതായത് ഓരോ അസറ്റിൻ്റെയും ബാലൻസ് ഷീറ്റിൽ എത്രയാണ് വാല്യൂ, ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടലാണ് റിയലൈസേഷനിൽ റെക്കോർഡ് ചെയ്യുക വേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലയബിലിറ്റി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ഇത്ര, ക്രെഡിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ഇത്ര, ടു റിയലൈസേഷൻ അതിൻ്റെ ടോട്ടൽ വാല്യൂ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ഈ നമ്മൾ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അഥവാ വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടുമല്ലോ, ക്യാഷ് കിട്ടുമല്ലോ, അസറ്റ് വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ലയബിലിറ്റീസ് കൊടുത്ത് ഒഴിവാക്കുമ്പോൾ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ എന്താ എൻട്രി വരാം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക്, കയ്യിൽ നിന്ന് പൈസ പോകല്ലേ ചെയ്യുക, അപ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക്. ഇനി ഒരു അസറ്റ് പാർട്ണർ ഏറ്റെടുത്തു, അതായത് റിയലൈസേഷനിലേക്ക് നമ്മൾ അസറ്റ് ആദ്യം ട്രാൻസ്ഫർ ചെയ്തു, അത് പാർട്ണർ ഏറ്റെടുത്താൽ എന്താ എൻട്രി വരിക? സിമ്പിളാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ. അതേപോലെ ലയബിലിറ്റി ഒരു പാർട്ണർ ഏറ്റെടുത്താൽ നേരെ ഓപ്പോസിറ്റാണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണല്ലോ, അസറ്റിനെയൊക്കെ റിയലൈസേഷനിലേക്ക് മാറ്റുക, ലയബിലിറ്റീസിനൊക്കെ റിയലൈസേഷനിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മൾ ആദ്യം മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു. അതായത് ഒരു 5,000 രൂപ വിലയുള്ള ഒരു ക്രെഡിറ്റർക്ക് എത്തുന്നുണ്ട്, 5,000 രൂപ വിലയുണ്ട്. ഒരു സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കിന് 6,000 രൂപ വില. അതായത് ഈ ക്രെഡിറ്റർ എന്ത് ചെയ്തു? ഈ സ്റ്റോക്ക് എടുത്തു, പറഞ്ഞു ഈ സ്റ്റോക്ക് ഞാൻ എടുത്തോളാം, എനിക്ക് പൈസ ഒന്നും തരണ്ട. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കും ക്രെഡിറ്ററും ഒക്കെ നമ്മൾ ഓൾറെഡി ബാലൻസ് ഷീറ്റ് റിയലൈസേഷനെ കൊള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റിയലൈസേഷൻ്റെ ബാങ്കോ ക്യാഷോ ക്യാപിറ്റലോ അങ്ങനത്തെ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യാനുള്ളത്. അപ്പം ഇത് ഇയാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ആ രണ്ടും നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്യേണ്ട, ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തല്ലോ. അതായത് റിയലൈസേഷനിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റി, അസറ്റും ലയബിലിറ്റി ഒക്കെ റിയലൈസേഷൻ അങ്ങോട്ട് മാറ്റി ചെയ്തല്ലോ. അതിനുശേഷം ഇങ്ങനെ അഥവാ ഈ ക്രെഡിറ്ററോ സ്റ്റോക്ക് ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ സ്റ്റോക്കിന് 6,000 അല്ലേ വില, ക്രെഡിറ്റർ 5,000 ആണ്. അപ്പം ക്രെഡിറ്റർ പറഞ്ഞു ഈ 6,000ൻ്റെ സ്റ്റോക്ക് എടുക്കാം, എന്നിട്ട് ഞാൻ 1,000 രൂപ അങ്ങോട്ട് തരാം. അപ്പോൾ എന്താ ഉണ്ട് വരാം? 1,000 അങ്ങോട്ട് കിട്ടിയില്ലേ? അപ്പോൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 1,000 ടു സ്റ്റോക്കാണോ? അല്ല, ടു റിയലൈസേഷൻ 1,000. അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക് 1,000. ഇനി ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ 4,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ക്രെഡിറ്റർ പറഞ്ഞു ഈ സ്റ്റോക്ക് ഞാൻ എടുക്കാം, പകരം എനിക്ക് 1,000 തരണം. അഥവാ 5,000 രൂപ തരാനുള്ള ആൾ 4,000ത്തിന് ഏറ്റെടുത്ത് ബാക്കി 1,000 തരണം എന്ന് പറഞ്ഞാൽ എന്താ എൻട്രി വരിക? നേരെ ഓപ്പോസിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 1,000 വരും. അതാണ് ഇവിടെ എന്താണ്? റിയലൈസേഷൻ ടു ബാങ്ക് അക്കൗണ്ട്, മറ്റേതിൽ ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ. അഥവാ ഇയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമെങ്കിൽ, അഥവാ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണമെങ്കിൽ റിയലൈസേഷൻ ടു ബാങ്ക്, നമുക്ക് ഇങ്ങോട്ട് പൈസ തരുന്നുണ്ടെങ്കിൽ ബാങ്ക് ടു റിയലൈസേഷൻ ആണ് വരിക കേട്ടോ. സെറ്റല്ലേ? ഇനി അടുത്തത് എന്താണ്? നമ്മുടെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ എൻട്രി വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അല്ലേ, ബാങ്കിലേക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഈ റിയലൈസേഷൻ്റെ എക്സ്പെൻസ് ഏതെങ്കിലും പാർട്ണർ കൊടുത്തു, റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ കൊടുക്കണ്ട, അത് ഒരു പാർട്ണർ പറഞ്ഞു, അത് ഞാൻ കൊടുത്തോളായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇനി മറ്റൊരു കേസ്, റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു പാർട്ണർ ഏറ്റെടുത്തു, അഥവാ പറഞ്ഞു ഒരു പാർട്ണറെ നമ്മളിതൊക്കെ ഏൽപ്പിച്ചത്, പക്ഷേ അത് അവൻ കൊടുത്തില്ല, പകരം ഫേം കൊടുത്തു. അപ്പോൾ എന്താ എൻട്രി വരാം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. കണ്ടോ, സാധാരണ ഫേം കൊടുക്കുമ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക് വരിക, പക്ഷേ ഒരു പാർട്ണർ ഏറ്റെടുത്തിട്ട് അത് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ പാർട്ണർ ക്യാപിറ്റൽ ടു ബാങ്ക് ആണ് വരുന്നത്. ഇനി ആ പാർട്ണർ ഏറ്റെടുത്ത് അയാൾ തന്നെ കൊടുത്താൽ എന്ത് ചെയ്യണ്ട? വേറെ ഒന്നും വേണ്ട. അഥവാ അയാൾ ചില കേസ് ഉണ്ടാവും, ഈ റിയലൈസേഷൻ ഞാൻ ചെയ്തോളാം, അതിന് പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വേണ്ടാന്ന് പറയുന്ന കേസാണ് ഈ പറയപ്പെട്ട 2 കേട്ടോ. അഥവാ
അയാൾ ഏറ്റെടുത്ത് പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റെടുത്തു, പക്ഷേ ഫേം കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ടു ബാങ്ക് അക്കൗണ്ടാണ് വരിക. ഇനി അയാൾ ഏറ്റെടുത്ത് അയാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ ഒരു എൻട്രിയും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില കേസ് ഉണ്ടാകും, അതായത് ഒരു റിയലൈസേഷൻ്റെ ഒരു പാർട്ണർ ഏറ്റെടുത്തു, അയാൾക്ക് അതിന് പകരം നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു, അയാൾക്ക് അതിന് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ റിയലൈസേഷൻ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരിക. ഈ കേസൊക്കെ വളരെ വല്ലപ്പോഴൊക്കെ ചോദിക്കാറ്, സാധാരണ എക്സാം ചോദിക്കാറില്ല, പക്ഷേ ഞാൻ ഈ അത്യാവശ്യം പാറ്റേൺ ഒക്കെ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു കേസും കൂടി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി റിയലൈസേഷൻ്റെ കേസിൽ ഒരു അണ്ടർ റെക്കോർഡ് അസറ്റ് വന്നു. ഒരു അണ്ടർ റെക്കോർഡ് അസറ്റ് വന്നാൽ അത് റിയലൈസ് ആകുമ്പോൾ, അഥവാ അത് നമ്മൾ എന്ത് ചെയ്യും, വിറ്റ് ഒഴിവാക്കുമ്പോൾ എന്താ എൻട്രി വരിക, ബാങ്ക് ടു റിയലൈസേഷൻ. വേറെ ഒരു എൻട്രി ഉണ്ടാവില്ല കേട്ടോ. റിയലൈസേഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസറ്റും ലൈബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഒരു പരിപാടി ഒന്നും വേണ്ട. ഇനി ഒരു ലൈബിലിറ്റി കണ്ടാൽ എന്ത് ചെയ്യണം, റിയലൈസേഷൻ ടു ബാങ്ക് അക്കൗണ്ടാണ് അത് പേയ്മെൻറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന കേസാണ്. ഇനി റിയലൈസേഷൻ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും, അപ്പോൾ എന്താ എൻട്രി വരിക, റിയലൈസേഷൻ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരിക. ലോസ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ ആണ് വരിക. അതേപോലെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. കാരണം അത് അഡ്മിഷൻ ആണെങ്കിലും റിട്ടയർമെൻറ്റ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സെയിം കേസാണ് വരിക. അതേപോലെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് അക്യുമുലേറ്റഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വരിക. ഇനി നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ഉണ്ടാവില്ലേ, പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ പാർട്ട്ണർ ഡിസൊല്യൂട്ട് ചെയ്യുമ്പോൾ ബിസിനസ് മൊത്തം ഡിസൊല്യൂട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ പാർട്ട്ണർ ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കണ്ടേ, അത് കൊടുത്ത് ഒഴിവാക്കണം എങ്ങനെ, ബാങ്ക് അക്കൗണ്ട് പാർട്ട്ണർ കൊടുത്ത് ഒഴിവാക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ആണ് വരിക. അതായത് ആ പാർട്ട്ണർക്ക് പൈസ കൊടുക്കുമ്പോൾ പാർട്ട്ണർ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്. ഇനി പാർട്ട്ണർ ഇങ്ങോട്ട് പൈസ തരാനായിരിക്കാം, അഥവാ അയാളെ ബാലൻസ് മൈനസ് ബാലൻസ് ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് പൈസ തരണ്ടേ, അപ്പോൾ എന്താ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരിക. സെറ്റല്ലേ? ഇത്തരം കേസിനാണ് നമുക്ക് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ചില കേസ് ഉണ്ടാകും, അഥവാ ഒരു പാർട്ട്ണറെ ക്യാപിറ്റൽ ബാലൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അയാളെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പം ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാളുടെ കൂട്ടണം, ബി എന്ന് പറഞ്ഞ ഒരാളുടെ കുറയ്ക്കാൻ വേണം. സോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ പെന്നൊക്കെ ഇവിടെ എ എന്ന് പറഞ്ഞ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കൂട്ടണം, അതേപോലെ ബിയുടെ ക്യാപിറ്റൽ കുറയ്ക്കാൻ വേണം. എത്ര, 5000 രൂപ. അപ്പോൾ നമ്മൾ എന്താ എൻട്രി വരിക, സിമ്പിളാണ്, എയുടെ കൂട്ടും ബിയുടെ കുറയ്ക്കാൻ വേണം. ബിയുടെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 5000 ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5000. കണ്ടോ, എയുടെ ക്യാപിറ്റലിലേക്ക് 5000 വരികയും ബിയുടെ ക്യാപിറ്റലിന് 5000 കുറയുകയും ചെയ്തു. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ് ഈ ഒരു എൻട്രി വരിക. ഒരാൾ ക്യാപിറ്റൽ കൂട്ടുകയും മറ്റൊരാൾ ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്യുന്ന കേസ് കേട്ടോ. സെറ്റല്ലേ? അപ്പോൾ എല്ലാ ജേണൽ എൻട്രീസും പഠിച്ചില്ലേ? സോ സെറ്റായിട്ട് പഠിക്കണം, കോൺസെപ്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. മക്കളെ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.